ഹാപ്പി ബർത്ത്ഡേ. സോയ് ഇതാ സോയിന്റെ കോസ്റ്റ്യൂം. ഹായ് ഹലോ, അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ കുട്ടികളെ ബർത്ത്ഡേ ആണ്. 4 വയസ്സല്ലേ? 4 വയസ്സായി കുട്ടികൾക്ക്. സോയിയെ എന്താ പറയാനുള്ളത് ബർത്ത്ഡേ ആയിട്ട്? കാപ്പാട് ബീച്ചിൽ. അപ്പൊ ഞങ്ങളിന്ന് കാപ്പാട് ബീച്ചിലേക്കാണ് പോണത്. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് ഹൈലൈറ്റ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അല്ലേ? ഹൈലൈറ്റ് എന്തൊക്കെയാ വാങ്ങലേ? ഒന്നുമില്ല, കേക്ക് വാങ്ങാണ്ട്. വാങ്ങാണ്ട്. അപ്പൊ അത് വാങ്ങി ഇവിടെ എത്തുമ്പോത്തിന് കേക്ക് അലൈസാവും. അതിനായിട്ട് നല്ലത് അത് ആകെ മെൽറ്റോ, അത് ഒരിക്കലും നടക്കൂല. അപ്പൊ ഇവിടെ ഈ ലൊക്കേഷനിൽ നമുക്ക് പിന്നെ വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ഹൈലൈറ്റിൽ കയറിയിട്ട് നമുക്ക് കേക്ക് വാങ്ങാം. കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനുള്ള ലൊക്കേഷൻ കണ്ടെത്തണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് ലൊക്കേഷനൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ മുമ്പ് ഹൈലൈറ്റിൽ കയറുന്നതുണ്ട്. പിന്നെ ഇന്നലെ കുട്ടികളെ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തില്ലേനു. അപ്പൊ അതിന്റെ ചെറിയൊരു ക്ലിപ്പും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇതിന്റെ കൂടെ ഞങ്ങൾ ഒരു കുഞ്ഞു സർപ്രൈസ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ വീഡിയോ ഞങ്ങള് ഇതിന്റെ ഇടയിൽ കൊടുക്കുക. അതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ ഞങ്ങള് ലൊക്കേഷൻ ഒന്ന് തപ്പട്ടെ. അപ്പൊ രണ്ടാളും ഉറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോ ഇത് ഇവിടെ എന്തൊക്കെയാ സെറ്റാക്കണ്ടേ? ഒരു ചെറിയൊരു കേക്കും പിന്നെന്താ അത് എന്തോന്നിട്ടായിട്ട് രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അതായാലും അറിഞ്ഞിട്ടൊന്നുമില്ല സംഭവം. ഇതെന്താ എനിക്ക് സിഗരറ്റ് അടിക്കാനുള്ള ഗ്യാസിന്റെ കാറ്റിൽ പോവോ? ഇല്ലല്ലേ? ടൈം ആവാനായിക്കണേ. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കി. രണ്ടാളും ഉറങ്ങാണ്, അറിഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ 59 24 25. ഞാനും കുറച്ച് നേരം കൂടെ ഉള്ളു. ചെറിയ 2 കുഞ്ഞു കേക്ക് ഉണ്ട്. ഇപ്പൊ ഈ കാണ്ട് നിങ്ങക്ക് ചെറിയ കുഞ്ഞു കേക്ക്. രണ്ടും നല്ല ഉറക്കിലാണ്. അങ്ങനെ ടൈം ആയി കേട്ടോ. അത് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday. Zoe, happy birthday. Happy birthday. Happy birthday. എന്താ? Happy birthday to you. സന്തോഷായോ? രണ്ടും അന്നുവിട്ട് നോക്ക്. കേക്ക് കേക്ക് പോലെ കേക്കൊക്കെ. സന്തോഷായോ? സന്തോഷായോ? ഹാപ്പി ബർത്ത്ഡേ ജോയിന്റെ. ഹാപ്പി ബർത്ത്ഡേ എത്താണ് കേക്ക് വേണോ? വേണ്ട, കേക്ക് വേണ്ട. കേക്ക് വേണ്ടേ? കേക്ക് വേണ്ട. കൈ കൊള്ളൂട്ടോ. ഏതാ മതി? ഏത് കേക്കാ ജോയിന്റത്? ലാസിക്ക് ഏത് കേക്ക് മതി? എനിക്ക് ഏത് കേക്കാ വേണ്ടേ? അതാ മതി. ആദ്യം കുറച്ച് തരാം കേട്ടോ.
ഇത് പ്രശ്നം എന്ന് വെച്ചാൽ സ്പൂണില്ല. പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ലേ. അപ്പോ many many happy returns of the day. Thank you. സന്തോഷായോ? ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്. അതിന്റെ ആ ഒരു മന്ദപ്പ് ഇപ്പോഴും വിട്ടിട്ടില്ല. വീട്ടിലല്ലേ ഫോൺ ഓഫാക്കിയാണ്. അതാ അത് ടൈം നമുക്ക് നാളല്ലേ കേക്ക് കുറിച്ചല്ലേ നാളെ? എവിടെ കുറിച്ച് നമുക്ക് കോഴിക്കോട്ട് ശരിക്കും ഇവിടുന്ന് എന്താ വാങ്ങണേ? കേക്ക് വാങ്ങാണ്ട് കുട്ടികൾക്കോ? മറ്റേത് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ നിന്ന് കേക്ക് വാങ്ങി കൊണ്ടുപോകുമ്പോഴത്തേനും അവിടുന്ന് കേക്ക് വാങ്ങണമെങ്കിൽ അത് ഓർഡർ ചെയ്യേണ്ടി വരും. അതിനായിട്ടല്ല ഇവിടുന്ന് ഏതെങ്കിലും ഒരു കേക്ക് രണ്ടാളും മാത്രം കേക്ക് തിന്നാനുണ്ടാവും. പിന്നെ വരും. പൊതുവെ സാറ്റർഡേ ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് ഇവിടെ തിരക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാൻ ഗ്യാപ്പുണ്ടാവില്ല, അമ്മമാര് തിരക്കുണ്ടാവില്ല. സാറ്റർഡേ ആയ തിരക്ക് കൂടുതലല്ലേ ചെയ്യാ? എന്താ അറിയില്ല, സാധാരണ ഇങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ തിരക്ക് വളരെ കുറവാണ്. ചൂടോണ്ടേ ചൂടായിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല. കിട്ടിയോ? ചെറിയ കേക്ക് മതി. അതല്ല ഇത് ഇവിടുന്ന് എന്താ ഇപ്പൊ എടുക്കണം. നമുക്ക് ബലൂണൊക്കെ വാങ്ങണ്ടേ? ബലൂണൊക്കെ ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ നമുക്ക് അത് വേണോ? ചെറുത് പോലെ കേക്കില് എന്താ ഇതിന് പോലെ അത് എഴുതാൻ വേണ്ടി ഇരിക്കുക. അതിന്റെ ഇടയിലേ നമ്മളെ ചെറുക്കനൊന്ന് കാണാതായി പോയി. അവിടെ ഇവലെ ഡ്രസ്സ് മാറ്റി. എപ്പോഴാണ് ഇവന് ബലൂണ് വാങ്ങണം? എപ്പോഴാ കയ്യെന്നാവും. അപ്പൊ ഇരുട്ടാകും. ഫോട്ടോ എടുക്കലൊന്നും രസം ഉണ്ടാവില്ല. ഇവിടെ എപ്പോഴും ലെറ്റർ എഴുതണുള്ളൂ. ആണെങ്കിൽ നല്ല ടൈം എടുക്കുന്നുണ്ട്. എന്താണോ എഴുതുന്നത്? എന്ത് കളറിലാണ് ഇത്? റോസോ? ഞാൻ ഇവിടുന്ന് ചെറിയ കേക്ക് വാങ്ങി. എന്താ നിജെന്താ ടെൻഷൻ അടിക്കണേ? ചാടി ചോയ് എവിടെ വണ്ടി എടുത്തിട്ടാണ്? ഒന്നാമത് ടൈമില്ല ആ ഭാഗത്തിന്. എന്നിട്ട് കയറിയപ്പോ ടൈം കൂടെ അറിഞ്ഞില്ല. 3 മണിക്ക് കയറിയല്ലേ, 1 മണിക്കൂർ പെട്ടെന്നായി. നമുക്കൊരു 4:30 ആകുമ്പോഴത്തേനെങ്കിലും നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തണം. എവിടെ വണ്ടി? എവിടെ? ഈ റോലല്ലേ? എവിടെയാണ് വണ്ടി? എവിടെ? അതിനിടയിൽ ലാസിനെ കാണാതെ, അതാണ് ടെൻഷൻ അടിച്ച്. കേക്ക് ഞാൻ കയ്യില് പിടിക്കേണ്ടി വരുമോ? എങ്ങനെ? അല്ലാതെ അത് വിടച്ചാല് ഒന്നാമത് 2 ഉണ്ട്. ഇത് മടിയിൽ ഇങ്ങനെ വെക്കുക. എവിടെ വണ്ടി? എവിടെ? ഉള്ളിലല്ലേ? ഇത് മടി പിടിക്കേണ്ടി വരും. മെൽറ്റ് ആവാതെന്നാ മതിയേനു. അങ്ങനെ ഇതാ നമ്മൾ കാപ്പാട് ബീച്ചെത്തി. എവിടെ ഹായ്. നല്ല ചൂടാണ് പുറത്ത്. പക്ഷെ നമ്മളെ കോഴിക്കോട് ബീച്ചിനെ കാട്ടി ഭയങ്കര ഒരു കൂളില്ല, ഹോട്ടൽ. പക്ഷെ ഭയങ്കര കാമാണ്. നമുക്ക് ആദ്യം നമ്മളെ സ്ഥലം കണ്ടുപിടിക്കുക, എവിടെ ഇരിക്കേണ്ടത്. ഇന്ന് ഇവിടെ ആൾക്കാര് കുറവാ തോന്നണല്ലേ? ഇവിടെ ഉണ്ടാവലുണ്ടോ ആൾക്കാർ? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. നമുക്ക് ഇവിടെ വണ്ടി എടുത്തിയാലോ? ഇവിടെ വണ്ടി എടുത്തിക്കാണ്ട് അവിടെ ഇല്ല. അങ്ങനെ കാപ്പാട് ബീച്ചിലെത്തിക്കണ്. കൊറേ സാമാനങ്ങളുണ്ട്. ചൂട് അല്ല ചെറുക്കൊന്നതാ എന്റെ ഷോപ്പിംഗ് പോയില്ലേ? ഓൾക്ക് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുക്കാൻ വേണ്ടിട്ട്.
ലാസിയ സോയ് ഇതാ സോയിന്റെ കോസ്റ്റ്യൂം, ലാസിന്റെ കോസ്റ്റ്യൂം ഇവിടെ. അതാ അതന്നെ. ബാബാ ഇവിടെ നമ്മള് കോഴിക്കോടിന്റെ അത്ര ഇതില്ലല്ലേ, തിരക്കില്ലല്ലോ, പീസ്ഫുൾ ആണ്. പീസ്ഫുൾ. വാ പോയി ഒരു സ്ഥലം കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ ആരുമില്ല. ഇനി ഞങ്ങൾ വന്നപ്പോ ആൾക്കാർ കുറേ ഒന്നും അല്ലേ. അങ്ങനെ ഒരു കേക്ക് മുറിക്കാൻ തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മളെ സെറ്റപ്പ്. നിങ്ങൾക്ക് കേക്ക് ഉണ്ടോ എന്താ അറിയില്ല. സോയ് ലാസി അങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നു അവിടെ. പക്ഷെ നമ്മളിവിടെ നിന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആൾക്കാരില്ലേ, ഇപ്പൊ ഫുള്ള് ആൾക്കാരായി. ഇനി നമുക്ക് കട്ട് ചെയ്യല്ലേ, കേക്ക് മുറിക്കല്ലേ. അങ്ങനെ അവരെ കേക്ക് മുറി കഴിഞ്ഞു. വിചാരിച്ച പോലെ കായോ? ഓൾ എന്തൊക്കെയാ എക്സ്പെക്ട് ചെയ്ത് കണ്ടോ വന്നത്, ഒന്നും നടന്നില്ല. അങ്ങോട്ട് പോയാലൊക്കെ വെള്ളം വരും. ഈ ബീച്ച് നല്ല രസമുണ്ട് കേട്ടോ, ഇല്ലേ? കാപ്പാട് ബീച്ചിൽ നമ്മൾ ആദ്യമായിട്ട് വരിക. പക്ഷേ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വന്നതിന് എനിക്ക് നല്ല ദണ്ണുണ്ട്, നല്ല ദണ്ണുണ്ട്. ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വന്നതിന് വിചാരിച്ച ഫോട്ടോ കിട്ടിയില്ല, ഞാൻ വിചാരിച്ച റീല് കിട്ടിയില്ല, ഞാൻ വിചാരിച്ച വീഡിയോ കിട്ടിയില്ല, ഞാൻ വിചാരിച്ച എന്താണ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയില്ല. നല്ല ദണ്ണുണ്ട്. എനിക്ക് ഇതെന്താ അറിയോ, നമ്മളെ ഇത് മിനുസുള്ള മണലാ, ഭയങ്കര നല്ല രസമുള്ള മണലാട്ടോ. പക്ഷെ എന്താ അറിയോ, ഇത് മേത്തത് തട്ടിട്ട് പോകണില്ല, ഭയങ്കര മിനുസായോണ്ടേ. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്. എന്താ ചെയ്യാ, കേക്ക് കുട്ടികള് കേക്ക് കൊണ്ട് എറിഞ്ഞൊക്കെ ചെയ്തു. അല്ലെ എന്തൊക്കെ പാളിയത് അവിടെ പറയും, എനിക്കറിയില്ല, എന്താ അറിയൂല, എന്താ പറയണ്ടേ അറിയൂല. എന്തൊക്കെ എക്സ്പെക്ട് ചെയ്ത് കണ്ട വന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. വിഷയം എന്താ വെച്ചാല് എന്താ ഇതൊക്കെ ചെകിരിയൊക്കെ കൊണ്ട് നടക്കുന്നതാ. ഇതൊക്കെ അവിടെ ഒരുത്തോ അമ്മാരി കളിച്ചു അവിടെ. ലാസി മോനെ വിളിച്ച. പക്ഷെ പ്രശ്നം പറയും എവിടെ നമുക്ക് പാളിയത്. അതായത് നമ്മള് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയ നടന്നിട്ടില്ല, പിന്നെന്താണ് ഒരു വിഷമം ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞതാ ഇവിടെയാണ് അത് ഇവിടെ എന്താ വെച്ചാല് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തേ. ഞാൻ ഇവരും കൊണ്ട് വന്നാ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇപ്പൊ, കാരണം എനിക്കറിയാം എക്സ്പെക്ട് ചെയ്ത കാര്യം ഒന്നും നടക്കൂല. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ നല്ലോ എക്സ്പെക്ട് ചെയ്യും, നടന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ പിന്നെ ഭദ്രകാളിയാവും. വൻ ഫ്ലോപ്പ് ആയിക്കണ പരിപാടി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതേ പിന്നെ നടക്കുള്ളൂ. കുട്ടികളെ അവിടെ കളിക്കണേ, പിന്നെ ഓലെ പാത്തിട്ടല്ലേ ഓലെ സന്തോഷം. അതെ, രണ്ടാളി എന്തൊക്കെ കണ്ണിന് മണ്ണൊക്കായി വരുന്നതാ. എന്താണ് ഇവിടെ അവിടെയും പടി പറ്റി വന്ന ഞാൻ നോക്കൂലേ, എന്താ കണ്ണില് മണ്ണയിക്കണേ വരിക അതിന്റെ തട്ടത്ത് നോക്കുക പോകുക. ട്രൗസർ ഇവിടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മള് വന്നപ്പോ ഒരാളും ഇല്ലല്ലോ. അതാ പറഞ്ഞത്, നമുക്ക് ലക്കില്ല. ഭയങ്കര അതിലാണ്. എന്തിന് ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്യാത്തോണ്ട് പിന്നെ എനിക്ക് വലിയ വിഷയമല്ല. ഇവിടെ കടലമ്മ എഴുതിയ കടലൊന്ന് വായിച്ചോ, എഴുതിയൊക്കെ അപ്പൊ മനസ്സിലാവും. കടലമ്മ
അയ്യോ അമ്മേ, എന്താ ഗോവ ബീച്ചിൽ ഇറങ്ങുകയാണോ? അതെ അതെ, കുട്ടികളെ നോക്കിക്കോ. ഒരാളിവിടെ സകല പ്ലാനും മൂഞ്ചി തെറ്റി അവിടെ കുത്തിറക്കണ്ടേ. പോലെ വീട്ടിൽ പോവാ. ഞണ്ടിനെ നോക്കണേ, അതിലുണ്ട് അതിലുണ്ട്. ദിലി ദിലി ഈ കൊയ്ക്ക് പോയിക്കണേ, ഈ കൊയിലുണ്ട്. പാവ ചത്തുണ്ടോന്നോ? അവിടെ ഉണ്ട് കുയി. അതിലും കാര്യമില്ല, ചിലപ്പോൾ പാമ്പുണ്ടോ അല്ലെങ്കിൽ പാമ്പുകളെ കൊണ്ട്. എവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ TNT എത്തി കഴിച്ചു കഴിഞ്ഞിട്ടേ വ്ളോഗ്